എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. ഇതു ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറികിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്, കർത്താവിൻ്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവജനമേ, 4 കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തിരിക്കും. ഇതേത് രക്ഷയാ? ഇത് ആത്മാവിന്റെ രക്ഷയല്ല. ശ്രദ്ധിക്കൂ, ഇത് ആത്മാവിന്റെ രക്ഷയല്ല. പിന്നെയോ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ രക്ഷയെ കുറിച്ചാണ് പറയുന്നത്. അതെപ്പോൾ സംഭവിക്കും? നമ്മുടെ കർത്താവായ യേശു മധ്യാകാശത്ത് വന്ന് കാഹളം ഊതുമ്പോൾ അത് സംഭവിക്കും. നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും കർത്താവിന്റെ വരവെങ്കിൽ. അപ്പോൾ പറയുകയാണ്, നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ ദിവസമുണ്ടല്ലോ, നമ്മുടെ ആത്മാവിന്റെ രക്ഷ പ്രാപിച്ച ആ ദിവസമുണ്ടല്ലോ, ആ സമയത്തേക്കാൾ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, ഈ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. 20 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടവരുണ്ട്, 25 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടവരുണ്ട്, 10 വർഷം മുമ്പ്, 5 വർഷം മുമ്പൊക്കെ രക്ഷിക്കപ്പെട്ടവരുണ്ട്. ആ രക്ഷിക്കപ്പെട്ട സമയത്ത് ആത്മാവിന് രക്ഷ പ്രാപിച്ചു. പക്ഷേ കർത്താവിന്റെ വരവ് നമ്മുടെ ശരീരത്തിന്റെ രക്ഷ സംഭവിക്കാൻ പോവുക. ആ രക്ഷ നമ്മൾ ആ രക്ഷിക്കപ്പെട്ട സമയത്തേക്കാൾ ഏറ്റവും അധികം അടുത്തിരിക്കുന്നു. എന്താണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നാം അധികം ഗൗരവത്തോടെ ജീവിതത്തെ കാണണം എന്നുള്ളതാണ്. 4 കാര്യങ്ങൾ. കർത്താവിൻ്റെ വരവിനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു ഭക്തൻ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, റോമർ 13-ന്റെ തന്നെ 12 വായിച്ച്. രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. രാത്രി കഴിയാറായി, പകൽ അടുത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ രാത്രിയിലാണോ പകലാണോ? ഈ കാലഘട്ടത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് രാത്രിയാണ്. പകൽ വന്നിട്ടില്ല. നീതി സൂര്യൻ ഇനി ഉദിക്കുവാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ രാത്രിയാണ്, പകല് വന്നിട്ടില്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഇരുണ്ട കാലഘട്ടമാണിതെന്ന് പറയുക. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത്തെ കാര്യം, കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്ന ദൈവബദലേ, രാത്രി നീ കത്തിക്കൊണ്ടിരിക്കണം, നീ പ്രകാശിച്ചുകൊണ്ടിരിക്കണം. ലേവ്യ പുസ്തകം എടുത്തേ, 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ പഴയ നിയമ പുരോഹിതന്മാർക്ക് യാഗത്തിന്റെ നിയമം കൊടുത്തപ്പോൾ പറയുകയാണ്, യാഗപീഠത്തിന്മേൽ തീയ കെട്ടുപോകാതെ കത്തിക്കൊണ്ട് ഇരിക്കണം. ഈ ഇരുണ്ട ലോകത്ത്, ഈ ഇരുട്ടിലാണ് ഈ ലോകം. ഇപ്പോൾ ഇരുണ്ട ഈ ലോകത്ത് നീതിസൂര്യൻ വരും വരെ, കർത്താവ് വരുമ്പോഴാണ് നീതിസൂര്യൻ ഉദിക്കുന്നത്. ഇരുണ്ട ലോകത്ത് നീ കത്തിക്കൊണ്ടിരിക്കണം. ദൈവവിശ്വാസി, പകല് നീ കത്തിക്കൊണ്ടിരിക്കണം എന്ന് പറയാം. പഴയ നിയമ പുരോഹിതനോട് പറയുകയാണ്, രാത്രി മുഴുവനും ഈ വിളക്ക് കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുതിയ നിയമ പുരോഹിതന്മാരോടും എന്താ പറയുന്നത് നമുക്കൊന്ന് നോക്കിക്കേ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാം പെറുപെറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണ്, വക്രതയും കോട്ടവുമുള്ള ഒരു തലമുറയാണ്. അവരുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ വചനം പറയുകയാണ്, ഈ രക്ഷിക്കപ്പെട്ട ആളുകൾ എങ്ങനെ ജീവിക്കണം? അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജീവിക്കണം. എന്താ അനിന്യരും എന്ന് പറഞ്ഞാൽ? അനിന്യർ, നിന്ദിക്കപ്പെടാത്തവരായി ജീവിച്ചോണം. കർത്താവിന്റെ വരവിനായി നമ്മൾ ഒരുങ്ങുമ്പോൾ ദൈവ പൈതലേ, നീ നിന്ദിക്കപ്പെടരുത്. ലോകത്തിന്റെ മുമ്പിൽ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ മുമ്പിൽ നീ നിന്ദിതനായി തീരരുത്. നീ ഭക്തിയോടെ ജീവിക്കണം, നീ വിശുദ്ധിയോടെ ജീവിക്കണം എന്നാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത്, പരമാർത്ഥതയുണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തില്, നമ്മുടെ ഹൃദയത്തില് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാന കാര്യമാണ് പരമാർത്ഥതയുള്ളവനായിരിക്കണം. പിന്നെന്താ പറഞ്ഞേ? നിഷ്കളങ്കരായിരിക്കണം, കളങ്കമില്ലാത്തവരായി ജീവിക്കണം. 15-ാം വാക്യം വായിച്ചേ, ഫിലിപ്പിയർ 2-15. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. ആരുടെ ഇടയിൽ? ഈ വക്രതയും കോട്ടവുമുള്ള ഈ സമൂഹത്തിന്റെ മുമ്പിൽ, ലോകത്തിന്റെ മുമ്പിൽ, വിശ്വാസികളുടെ നടുവിൽ നമ്മൾ എങ്ങനെയായിരിക്കണം? ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കണം.
ഇവിടെ പറയാ ജ്യോതിസിനെ പോലെ എവിടെ പ്രകാശിക്കണം? ഇരുണ്ട ലോകത്തിൽ. ഈ ലോകം ഇരുട്ടിലാണ്, ഈ ലോകം അന്ധകാരത്തിലാണെന്നാണ് വചനം നമ്മളോട് പറഞ്ഞേ. അതുകൊണ്ടാണ് പറഞ്ഞേ രാത്രി കഴിയാറായി, പകൽ വരുവാൻ സമയമെടുത്തിരിക്കുന്നു. അപ്പൊ രാത്രിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തെ കുറിച്ചാണ് പരിശുദ്ധാത്മാവ് വിശേഷിപ്പിക്കുന്നത്. ഇരുണ്ട ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഇരുണ്ട ലോകത്തിൽ വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി അവരുടെ നടുവിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണം. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകും. പിന്നീട് യേശു പറഞ്ഞു, ഞാൻ പോകുകയാണ്, ഞാൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സ്ഥലമൊരുക്കാൻ പോവുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. പക്ഷെ യേശു പോകാൻ നേരത്ത് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചം കൊടുക്കുന്നവരായിരിക്കണം. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, തണ്ടിന്മേലത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങണമോ, നമുക്ക് നമ്മുടെ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. രാത്രി മുഴുവനും ഇരുണ്ട ലോകത്തിൽ അത് പ്രകാശം കൊടുത്തുകൊണ്ടിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 20-ാം വാക്യം. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം. അപ്പൊ പറയുകയാണ്, വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എണ്ണ പകരണം. ഒലിവെണ്ണ, തെളിവുള്ള ഒലിവെണ്ണ കൊണ്ടുവരണം. ഈ രാത്രി ഇരുണ്ട ലോകത്ത് നമ്മൾ അണഞ്ഞു പോകാതെ ഇരിക്കണമെങ്കിൽ, ഈ ലോകത്ത് നമ്മൾ പ്രകാശിക്കണമെങ്കിൽ, ക്രിസ്തുവിനെ പ്രതിബിംബിക്കണമെങ്കിൽ നമ്മുടെ വിളക്കില് എണ്ണ പകരണം. എണ്ണ എന്തിനാ പുതിയ നിയമത്തിൽ സൂചിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് പ്രിയരെ, ആത്മാവിൽ നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് നയിക്കപ്പെടാനിടയാകും അല്ലേ? ഇവിടെ പറയുകയാണ്, എണ്ണ വിളക്കിൽ പകർന്നുകൊണ്ടിരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ് ഈ ലോകത്തിൽ ജ്യോതിസിനെ പോലെ ഒരു വിശ്വാസി പ്രകാശിക്കണമെങ്കിൽ അവൻ ആത്മാവിന്റെ നിറവിൽ ജീവിക്കുവാനിടയായി തീരണം. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. വിളക്കില് എണ്ണ പകരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതാണ്. പുതിയ നിയമവിശ്വാസി നിങ്ങൾ നോക്കിക്കേ, 1 തെസ്സലോനിക്കർ 5:19. ആത്മാവിനെ കെടുക്കരുത്. വിശ്വാസിയോട് പറഞ്ഞൊരു കാര്യമാണ്, ആത്മാവിനെ കെടുത്തരുത്. ആത്മാവിനെ ജ്വലിപ്പിക്കണം. കെടുത്തരുതെന്ന് പറഞ്ഞപ്പോൾ ആത്മാവിനെ കെടുത്താനായിട്ട് കഴിയും. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ പറയുന്ന വിവക്ഷ ഇതാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ, ആത്മനിയന്ത്രണത്തിൽ ആത്മാവിനാൽ ജ്വലിച്ച് ജീവിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 14-ാം വാക്യം വായിച്ചേ. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ. അങ്ങനെയെങ്കിൽ മറുവശം ചോദിക്കുക, ദൈവാത്മാവ് നടത്തുന്നില്ലെങ്കിൽ ആരായിരിക്കും പിന്നെ നമ്മെ നടത്തുന്നേ? ജഡം. ഇവിടെ പറയാ, ദൈവാത്മാവ് നടത്തുന്ന ഏവനും ദൈവത്തിന്റെ മക്കളാകും. നാം വളരെ ശ്രദ്ധിക്കണം. എണ്ണ പകരണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ജീവിക്കണം. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാനിടയാകണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ അങ്ങ് എന്നെ സഹായിക്കണമേ. അങ്ങനെയല്ല കർത്താവായ യേശുക്രിസ്തു പറഞ്ഞേ. യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിന്റെ മുറ്റത്ത് നിന്നായ സമയത്ത് അവിടെ അനേക യഹൂദന്മാർ അവിടെ ഉറവുന്ന ഒരു കുളത്തിൽ നിന്ന് വരുന്ന ഉറവുചാലിൽ നിന്ന് അവർ ജാറിലും കലത്തിലും കുപ്പിയിലും ഒക്കെ വെള്ളം ശേഖരിച്ച് വീട്ടിലേക്ക് അങ്ങനെ മടങ്ങുന്നതായ സമയത്ത് യേശു അവിടെ ഉയരമുള്ള ഒരു പീഠത്തിന്മേൽ കയറി നിന്നു. യേശു എന്നിട്ട് അവരെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്ന ഏവനുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. യഹൂദൻ തൻ്റെ ആത്മിക ദാഹം ഈ കുളത്തിലെ ഈ വെള്ളം കൊണ്ട് മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇല്ല, പറ്റില്ലെന്നു. നിന്റെ ആത്മിക പ്രശ്നങ്ങളെല്ലാം മാറണം, നിന്റെ ദാഹം മാറണമെങ്കിൽ നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ ശിഷ്യന്മാരോട് പറഞ്ഞേ, യേശു 3.5 വർഷം അവരെ പഠിപ്പിച്ചിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി കാത്തിരിക്കണം. എവിടെ? മർക്കോസിന്റെ മാളിക മുറിയിൽ പോയിരിക്കാൻ പറഞ്ഞു. എത്ര ദിവസം ഇരിക്കാൻ പറഞ്ഞു? അങ്ങനെ വല്ലതും ഇല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും വരെ നീ മാളിക മുറിയിൽ ഇരിക്കണം. എന്നിട്ട് വേണം നീ വേദപുസ്തകവുമായി അങ്ങോട്ട് ഇറങ്ങാൻ. അപ്പോഴാണ് 3000-4000 രക്ഷിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നീ ഇരുന്ന് പ്രാപിക്കണം, ദൈവസന്നിധിയിൽ ഇരുന്ന്. ഇവിടെ പറയാ, വിളക്ക് അണഞ്ഞു പോകാതിരിക്കണമെങ്കിൽ വിളക്കില് എണ്ണ പകരണമെന്ന് രണ്ടാമത് ഒരുക്കത്തിന്റെ ഭാഗമായി പറയുക. മൂന്നാമത് കർത്താവിന്റെ വരവനായി ഒരുങ്ങുമ്പോൾ മൂന്നാമത്തെ കാര്യം, പുറപ്പാട് പുസ്തകം 27 അധ്യായം 21
സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുൻപിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അഹരോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുൻപാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം. ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. വിളക്കിന്റെ കാര്യമാണ്. വിളക്ക് രാത്രി മുഴുവൻ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിൽ എണ്ണ പകരുവാനിടയാകണം. അത് ഹോളി സ്പിരിറ്റിനെ പകരണം എന്ന് പറഞ്ഞു. പിന്നീട് മൂന്നാമത് ഒരു കാര്യം കൂടെ നീ ചെയ്യണം. വിളക്ക് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ കരിന്തിരി മുറിക്കണം. ഇവിടെ പുരോഹിതനോട് പറയുകയാണ്, എല്ലാ ദിവസവും നീ പ്രഭാതത്തിലും വൈകുന്നേരവും വന്ന് ആ കത്തുവാൻ തക്കവണ്ണം ആ വിളക്കിനെ നീ എന്ത് ചെയ്യണം? ഒരുക്കണം. അവനൊരു കത്രികയുമായിട്ട് വരും. ഒരു സിസ്റ്ററുണ്ട് അവന്റെ കയ്യിൽ, ഒരു കത്രികയുമായിട്ട് പുരോഹിതന്മാരിങ്ങോട്ട് വന്നിട്ട് അതിന്റെ കരിന്തിരി മുറിച്ചുകളയും, എണ്ണ പകരും. കാരണം ഈ വിളക്ക് കരിന്തിരിയായിരുന്ന പ്രകാശം കിട്ടത്തില്ല. കരിന്തിരി നമ്മളറിയത്തില്ല, പണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നപ്പം കരിന്തിരി ആയി കഴിഞ്ഞാൽ മണ്ണെണ്ണ ഉണ്ടെങ്കിലും വെട്ടം കിട്ടുമോ? പ്രകാശം കിട്ടത്തില്ല. അതുകൊണ്ട് കരിന്തിരി മുറിക്കണം. കരിന്തിരി മുറിക്കുക? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നടക്കണം. അത് രാവിലെയും വൈകിട്ടും നടക്കണം. ജീവിതത്തിൽ അനുദിനം ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ വേണമെന്ന് പറയുക. ഒരു കരിന്തിരി മുറിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ദൈവവേദലേ, നമ്മളിവിടെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്താ? കർത്താവിൻ്റെ വരവിനായി നമുക്ക് ഒരുങ്ങണം. നമ്മുടെ കർത്താവ് വരുമ്പോൾ നമ്മൾ പോകണം. ഇവിടെ പറയാ, അനുദിനം നിന്റെ വിളക്ക് കത്തണമെങ്കിൽ നീ കരിന്തിരി മുറിച്ചുകൊണ്ടിരിക്കണം. എന്താണ് അതിൻ്റെ അർത്ഥം? ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. എബ്രായ ലേഖനം 12:14 വായിച്ചേ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. എല്ലാവരോടും സമാധാനം ആചരിക്കണം. അതൊരു ആചരണമായി മാറണം. പിന്നെ ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹം കാണിക്കണം എന്ന് പറഞ്ഞാൽ കുറവുകളെ മുറിച്ച് കളയുവാൻ ഉത്സാഹിച്ചുകൊണ്ടിരിക്കണം. കുറവുകളെ അനുദിനം മുറിച്ചു മാറ്റണം. പിന്നെ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, എന്താണ്? ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാനായിട്ട് കഴിയുകയില്ല. മണവാളൻ വരുമ്പോൾ വിളക്കില് എണ്ണയുമായിട്ട് ഒരുങ്ങിയിരിക്കുന്നവരെയാണ് മണവാളൻ ചേർക്കുന്നത്. അപ്പൊ കർത്താവിന്റെ വരവില് നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ നീർനടത്തലാണോ നീ ജീവിക്കുന്നത്? രണ്ടാമത് ചോദിക്കുക, നിർമ്മലമായ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? കറയും ചുളുക്കവുമില്ലാതെ നിൽക്കുവാൻ നമുക്കിടയായിത്തീരും. ഇവിടെ പറയുക, നമ്മുടെ ജീവിതത്തില് അനുദിനം നമ്മുടെ കുറവുകളെ മുറിച്ചു കളയണം. കരിന്തിരി മുറിക്കണം. കരിന്തിരി മുറിച്ചെങ്കിൽ മാത്രമേ ഈ ഇരുണ്ട ലോകത്ത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ വചനമാ പറയുന്നത്. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കണമെങ്കിൽ, ഇരുണ്ട ലോകത്ത് കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എണ്ണ പകരുക മാത്രമല്ല, രാവിലെയും വൈകിട്ടും കരിന്തിരി മുറിക്കണം. രാവിലെയും വൈകിട്ടും ജീവിതത്തെ പരിശോധിക്കണം. രാവിലെ കുറവുകൾ കണ്ടെത്തിയാൽ കർത്താവിന് മുമ്പിൽ ഇരുന്ന് നിരപ്പുറാവിക്കണം. വൈകുന്നേരവും ആ ജീവിത ശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ്. നിരന്തരം ശുദ്ധീകരണം നടത്തിക്കൊണ്ടിരിക്കണം. നാലാമത് ലൂക്കോസ് 12:35. നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്ന ദൈവജനത്തോട് പറയാ, നിങ്ങളുടെ അര കെട്ടിയും വിളക്ക് കത്തിക്കൊണ്ടുമിരിക്കണം. എന്താ ഈ അര കെട്ടുക എന്ന് പറഞ്ഞാൽ? യഹൂദന്മാര് യാത്ര പുറപ്പെടുന്നതായ സമയത്ത് അവർ ധരിക്കുന്ന നീളമുള്ള കുപ്പായമാണ്. അവിടുത്തെ കാലാവസ്ഥയ്ക്കൊക്കെ അനുയോജ്യമായ കുപ്പായമാണ്. ആ കുപ്പായം അവരെവിടെയെങ്കിലും യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ അവർ ഈ കുപ്പായം അങ്ങോട്ട് അല്പം പൊക്കിയിട്ട് ഇടയ്ക്ക് ഒരു അരക്കെട്ട്, ഒരു കയറിട്ട് മട്ടം കെട്ടും. എന്തിനാണെന്നറിയാമോ? കുപ്പായം നിലത്ത് മുട്ടാതെ. അതൊരു യാത്രയ്ക്കുള്ള ഒരുക്കത്തെയാണ് കാണിക്കുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതായ സമയത്ത് അവർ മിസ്രൈം വിടുമ്പോൾ കുഞ്ഞാടിന്റെ രക്തത്തളിയാൽ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ ദൈവം മാസ്റ്റർ പ്ലാൻ ചെയ്തതായ സമയത്ത് ദൈവം അവർക്ക് കൊടുത്ത ഒരു വലിയ നിർദ്ദേശമുണ്ട്. ദൈവം കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ തിടുക്കത്തിൽ ഭക്ഷിക്കണം. അര കെട്ടിയും വടി കയ്യിലെടുത്തും ഒരുക്കത്തോടെ വേണം ഇരിക്കുവാൻ. എന്താ? കാഹളം ഊതുമ്പോൾ എന്ത് ചെയ്തോണം? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടോണം. ഒരു സെക്കൻഡ് എക്സോഡസ് നമുക്ക് വരാൻ പോവുക. ഒരു രണ്ടാം പുറപ്പാടിനെയാണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. നമുക്കൊരു രണ്ടാം പുറപ്പാട് വരാൻ പോവുക. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാ, വിളക്ക് കത്തിയും അര കെട്ടിയിരിക്കണം, റെഡിയായിരിക്കണം, യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കണം. ദൈവമക്കളെ, ലോകം അതിന്റെ അടയാളങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ കർത്താവ് വരാറായി വരും. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. അവൻ താമസം വിനാ വരും.
രണ്ട്, അരകെട്ടുന്നതിന് മറ്റൊരു ഉദ്ദേശമുണ്ട്. എന്താണെന്ന് അറിയാമോ? രണ്ടാമത് അരകെട്ടുന്നത് ഈ വലിയ കുപ്പായമെടുത്ത് ഉയർത്തി നിലത്ത് മുട്ടാതെ പാദത്തിൽ നിന്ന് സകലം ഉയർത്തിയിട്ട് അരകെട്ടി മുറുക്കും. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നടക്കുന്ന വഴിക്ക് ഈ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ലോകത്തിന്റെ മാലിന്യമൊന്നും നിന്റെ ഉടുപ്പിൽ പറ്റാതെ വണ്ണം നീ അതിനെ ഉയർത്തി കെട്ടണം. അത് വിശുദ്ധിയെ കാണിക്കുക. ലോകത്തിന്റെ മാലിന്യമൊന്നും നിന്റെ ഉടുപ്പിൽ പറ്റാൻ നീ ഇടയാക്കരുതേ. കർത്താവ് വരുമ്പോൾ പോകുകയല്ല. കർത്താവ് വരുമ്പോൾ പോകുന്ന ആരാ? കറ, ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെയാണ് അവന്റെ തേജസ്സിന്റെ മുമ്പിൽ, അവന്റെ മുമ്പിൽ കൊണ്ട് നമ്മളെ നിർത്തുന്നത്, മണവാട്ടി നിൽക്കേണ്ടത്. അതുകൊണ്ട് അതൊരു വിശുദ്ധിയെ കാണിക്കുക. നമുക്ക് അരകെട്ടിയും വിളക്ക് കത്തിയും ഇരിക്കാൻ ഇടയാകണം. നമ്മുടെ ആത്മനാഥൻ, നമ്മുടെ മണവാളൻ വരാൻ സമയമായി. ഒരുങ്ങണം, അനുദിനം ഒരുങ്ങണം. എന്താണ് 4 കാര്യം നമ്മൾ ചിന്തിച്ചു? ഒന്ന്, രാത്രി ഈ ഇരുണ്ട ലോകത്തില് വിശ്വാസി ജീവിക്കുമ്പോൾ ജ്യോതിസിനെ പോലെ പ്രകാശിച്ചു കത്തിക്കൊണ്ടിരിക്കണം. വിളക്ക് കെട്ടുപോകാതെ അനുദിനം എണ്ണ പകരണം. അനുദിനം. രണ്ടാമത്തെ കാര്യം അതാണ്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ജീവിതം നമുക്കുണ്ടാക്കണം. ആത്മാവ് നമ്മെ നടത്തട്ടെന്നേ. യേശു പറഞ്ഞത് എന്താണ്? ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല, ഞാൻ പോയാലോ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും, അവൻ വന്നാലോ നിങ്ങളെ സകല സത്യത്തിലും അവൻ ഉപദേശിച്ച് നിങ്ങളെ വഴി നടത്തും. നമ്മളെ വഴി നടത്തുവാൻ, ഇതിലെയാണ് വഴി എന്ന് പറഞ്ഞു തരുവാൻ, ഇതാണ് ശരിയെന്ന് പറയുവാൻ നമുക്കൊരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിളക്ക് എന്ത് ചെയ്യണം? എണ്ണ പകരണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിയന്ത്രിക്കപ്പെട്ടവരായി ജീവിക്കുവാൻ നമുക്കിടയായിത്തീരണം. മൂന്നാമത് പറഞ്ഞത് എന്താ? വിളക്ക് കത്തണമെങ്കിൽ കരിന്തിരി മുറിക്കണം. അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അനുദിനം നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുമ്പോൾ ആ കുറവുകളെ മുറിച്ചു കളയുവാൻ നമുക്കിടയാകണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ പറഞ്ഞത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. അങ്ങനെ ഓടുവാൻ നമുക്കിടയായിത്തീരണം. നാലാമത്, അരകെട്ടി യാത്രയ്ക്ക് ഒരുക്കമുള്ളവരായി വിളക്ക് കത്തിച്ച് നിർമ്മല വസ്ത്രത്തോടെ ഇരിപ്പാൻ നമുക്ക് ഇടയായിത്തീരണം. ഈ കർത്താവിന് വരവനായി ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ.